ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൻ വീണ്ടും വരികയാണ്. മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോ, അതെ, മിന്നൽ മുരളി വീണ്ടും തിരിച്ചെത്തുകയാണ്. മലയാളത്തിലെ സൂപ്പർ ഹീറോയുടെ പേര് ഇപ്പോ ലോകമെമ്പാടും പ്രശസ്തി നേടിയിരിക്കുകയാണ്. ബാറ്റ്മാനെയും സൂപ്പർമാനെയും സ്പൈഡർമാനെയും ഒക്കെ കണ്ട് പരിചയിച്ച മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഒരു വമ്പൻ മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ എത്തിയത്. ഹോളിവുഡിലേതുപോലെ തന്നെ സൂപ്പർ ഹീറോ ചിത്രങ്ങൾ മലയാളത്തിലും സാധ്യമാണെന്ന് തെളിയിച്ച ചിത്രം കൂടിയായിരുന്നു മിന്നൽ മുരളി. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോഴിതാ ഒരുങ്ങാൻ തുടങ്ങുകയാണെന്നുള്ള വമ്പൻ അനൗൺസ്മെന്റ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ സോഫിയ പോൾ തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുന്നത്. മിന്നൽ മുരളി 2 പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുകയാണെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകൻ ബേസിൽ ജോസഫും മിന്നൽ മുരളി 2 ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോയെ അനുസ്മരിപ്പിക്കും വിധമുള്ള മാ എന്ന മലയാളം അക്ഷരവും അതോടൊപ്പം തന്നെ ഇടി മിന്നൽ പിണരുകളും ചേർത്താണ് മിന്നൽ മുരളി 2 അനൗൺസ്മെന്റ് സോഫിയ പോൾ നടത്തിയിരിക്കുന്നത്. മിന്നൽ എന്ന ഹാഷ്ടാഗും 2 മിന്നൽ ചിഹ്നങ്ങളും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. മിന്നൽ മുരളിക്ക് രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അത് വലിയൊരു ക്യാൻവാസിലുള്ള ചിത്രമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബേസിൽ ജോസഫ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിംഗും ആദ്യ ഭാഗത്തിനേക്കാൾ വളരെ വിപുലമായിട്ടുള്ള രീതിയിലായിരിക്കുമെന്നും ബേസിൽ ജോസഫ് അഭിപ്രായപ്പെട്ടു. ടൊവിനോ തോമസ് എന്ന യൂത്ത് സൂപ്പർ സ്റ്റാറിന് ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള തലം കൂടി നേടിക്കൊടുത്ത കഥാപാത്രമായിരുന്നു മിന്നൽ മുരളി. അതുപോലെ തന്നെ ഷിബു എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരു സോമസുന്ദരത്തിനും മലയാളത്തിൽ ഏറെ ഫാൻ ബേസ് ഉണ്ടാക്കിയിരുന്നു. ഫെമിന, ഷെല്ലി, സ്നേഹ ബാബു, അജു വർഗീസ്, ഹരിശ്രീ അശോകൻ, ബൈജു സന്തോഷ് എന്നിവരായിരുന്നു ആദ്യ ഭാഗത്ത് ഒരുമിച്ചിരുന്നത്. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ മിന്നൽ മുരളിക്ക് വില്ലനായി ഒരു വമ്പൻ സ്റ്റാർ തന്നെയായിരിക്കും എത്തുക എന്ന സൂചനയും ബേസിൽ ജോസഫ് നൽകിയിട്ടുണ്ട്. ബോളിവുഡിലെ ഏതെങ്കിലും ഒരു വലിയ താരം തന്നെയായിരിക്കും രണ്ടാം ഭാഗത്തിൽ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. രണ്ടാം ഭാഗം വളരെ വലിയൊരു ക്യാൻവാസിലായിരിക്കും ഒരുങ്ങുക എന്നും മിന്നൽ മുരളിയിൽ കുറുക്കൻമൂല എന്ന ഗ്രാമത്തിലെ സൂപ്പർ ഹീറോ ആയിട്ടാണ് മിന്നൽ മുരളി എത്തുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ മിന്നൽ മുരളി ഒരു വലിയ ഇന്റർനാഷണൽ സൂപ്പർ ഹീറോ എന്ന ലെവലിലേക്ക് വളരുന്ന തരത്തിലുള്ള കഥാഗതിയായിരിക്കുമെന്നും ബേസിൽ ജോസഫ് അഭിപ്രായപ്പെട്ടു. എന്തായാലും കാത്തിരിക്കാം മലയാളത്തിന്റെ ആദ്യ സൂപ്പർ ഹീറോയുടെ വമ്പൻ രണ്ടാം വരവിനായി. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് അപ്ഡേറ്റ്സുകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.